എല്ലാ RSSകാരും അങ്ങനെയാണ്, എല്ലാ BJPക്കാരും അങ്ങനെയാണ്. ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഐതിഹ്യങ്ങളെയാണ് പലപ്പോഴും ചരിത്രമായി RSSകാർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഗീബൽസിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. എങ്ങനെയെങ്കിലും 100 തവണ ഒരു കള്ളം ആവർത്തിച്ചു പറഞ്ഞാൽ ആ കള്ളം ഒരു 10% മനുഷ്യരെങ്കിലും വിശ്വസിക്കും എന്നതാണ് RSSന്റെ പുതിയ കാലത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രത്തിന്റെ വളരെ കുറച്ചു നാളത്തെ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളാണ് ഇപ്പോ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപി നല്ല ഒരു നടനായിരുന്നു. നല്ലൊരു നടനായ സുരേഷ് ഗോപി നിർഭാഗ്യവശാൽ RSSലേക്ക് പോയപ്പോ സ്വന്തം തലച്ചോറ് തന്നെ RSSന് പണയം വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയെ തിരുത്താം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടത് ഇല്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞ തെറ്റായ ചരിത്രാവിഷ്കാരത്തെ നാം നിർബന്ധമായും തിരുത്തുക തന്നെ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു UDF നേതാവും UDF ഭരണത്തെയും LDF ഭരണത്തെയും താരതമ്യം ചെയ്യാൻ ഇന്ന് തയ്യാറാവുന്നതേ ഇല്ല. താരതമ്യം ചെയ്താൽ 100 മാർക്ക് വാങ്ങിയ LDF ഗവൺമെന്റും 0 വാങ്ങി UDF ഗവൺമെന്റും ജയിക്കുന്ന കാഴ്ചയാണ് ഈ കേരളത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് പ്രിയപ്പെട്ട സഖാക്കളെ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ച KSUക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും മറുപടി നൽകിയിട്ടാണ് ഈ രക്തസാക്ഷിത്വത്തിൽ നിങ്ങളുടെ മുന്നിൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം നിൽക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. കേരളത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചാൽ ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ പാർട്ടിയും പാർട്ടിയെ നയിച്ച സഖാക്കളും നടത്തിയ ഇടപെടലുകൾ ഈ കേരളത്തിന് മറക്കാൻ കഴിയുന്നതേ അല്ല. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ശേഷം ഈ കേരളത്തിലെ വിവിധങ്ങളായ തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടി പാർട്ടിയും പാർട്ടിയുടെ വർഗ പ്രസ്ഥാനങ്ങളും അചഞ്ചലമായി നടത്തിയ സമര പോരാട്ടങ്ങളാണ് കേരളമെന്ന ഈ നാടിനെ രൂപപ്പെടുത്തിയത് എന്നത് നമ്മുടെ നാടിന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തെ ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയുന്നതും അല്ല. നമ്മുടെ നാടിന്റെ ചരിത്രത്തെ, നമ്മുടെ നാട് കൈവരിച്ച നേട്ടങ്ങളെ, ആ നേട്ടങ്ങളിലേക്ക് നാം നടന്ന വഴികളെ ഈ കേരളം മറക്കാതെ ചേർത്ത് പിടിക്കുമ്പോഴാണ് മുന്നോട്ട് ഇനിയും വേഗത്തിൽ കുതിക്കാൻ നമ്മുടെ നാടിനാവുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ ചരിത്രത്തെ മായ്ച്ചു കളയലാണ് രാജ്യത്ത് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് വർഗീയ ശക്തികളുടെ ഏറ്റവും വലിയ പരിശ്രമം. കേരളത്തിലും അവരുടെ തന്ത്രം വ്യത്യസ്തമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തെ അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് സമരമൂല്യത്തെ അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന്റെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ചരിത്രത്തെ അവർ മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിന് വേണ്ടി ചെയ്തത് എന്നാണ് ഇന്നലെ വഴിയിൽ കുഴിത്ത ചില തകരപ്പുല്ലുകൾ ഇന്ന് കേരളത്തിനകത്ത് ചോദിക്കുന്ന ചോദ്യം. ആ തകരപ്പുല്ലുകളോട് ഇന്നലെ വഴിയിൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പൊ പറയുന്ന BJP ഉൾപ്പെടെയുള്ള സംഘടനകളോട് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളും കേരളത്തെ രൂപീകരിക്കുന്നതിൽ വഹിച്ച പങ്കിനെ ഓർമ്മപ്പെടുത്തിയാണ് ഈ പ്രതിരോധത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 56 നവംബർ മാസം 1-ാം തീയതി കേരളം എന്നൊരു സംസ്ഥാനം രാജ്യത്ത് രൂപീകൃതമാകുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിലേക്ക് ഒരു ദിവസം നീണ്ട പോരാട്ടമായിരുന്നില്ല നടന്നത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഈ കേരളത്തിലെ കർഷക തൊഴിലാളികളും കമ്മ്യൂണിസ്റ്റുകാരും നടത്തിയ അചഞ്ചലമായ പോരാട്ടങ്ങളായിരുന്നു 56-ലെ കേരള രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്ന് നാം ഓർത്തെടുക്കണം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് EMS എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ മലയാളികളുടെ മാതൃഭൂമിയായി കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ ആ രൂപീകരണത്തിലേക്ക് നയിച്ച ഈ കേരളത്തിലെ നിരവധിയായ സമര പോരാട്ടങ്ങളെ എങ്ങനെയാണ് ഈ കേരളത്തിന് മറക്കാൻ കഴിയുക? നിങ്ങൾ ഈ കേരളത്തിൽ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ ആ കേരളത്തിന്റെ ജനഹൃദയങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പോരാളികളുടെ, കർഷക തൊഴിലാളികളുടെ രക്തസാക്ഷി മണ്ഡപങ്ങളെ എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? എത്രയോ രക്തസാക്ഷി മണ്ഡപങ്ങളാണ്
ഈ കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഉൾപ്പെടെ ഭാഗമായി പോരാട്ടം നയിച്ചതിന് ബ്രിട്ടീഷുകാരുടെയും സാമ്രാജ്യത്വവാദികളെയും ജന്മിത്തമ്പുരാക്കന്മാരുടെയും ഈ നാടുവാഴുന്ന നാടുവാഴിത്തത്തിന്റെയും കൊലക്കത്തിക്കും മർദ്ദനത്തിനും വിധേയമായി രക്തസാക്ഷികളായത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടില്ലേ? ആ രക്തസാക്ഷി മണ്ഡപങ്ങളെ കേരളത്തിന് എങ്ങനെ മറക്കാൻ കഴിയും? ആ രക്തസാക്ഷി മണ്ഡപങ്ങളുടെ രണസ്മരണകളെ എങ്ങനെയാണ് കേരളത്തിന് ഭൂതകാലത്തിലേക്ക് ആഴ്ത്തിക്കളയാൻ കഴിയുന്നത്? ആ രക്തസാക്ഷി മണ്ഡപങ്ങൾ ഓരോന്നിനും ഈ കേരളം എങ്ങനെ കേരളമായി എന്ന ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന കഥകൾ നമ്മുടെ നാടിനോട് പറയാനുണ്ട്. ഞാൻ വരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രി വിവാദത്തിന് വേണ്ടി ഉയർത്തിയ ഒരു ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയെ പറ്റി ആ മന്ത്രി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് സമരങ്ങളാണ് ആലപ്പുഴ ജില്ലയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് എന്നാണ്. അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആലപ്പുഴ ഉൾപ്പെടുന്ന തിരുവിതാംകൂർ പ്രദേശം ഇന്ന് കേരളത്തിന്റെ ഭാഗമായി ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അദ്ദേഹം ആ ചരിത്രത്തെ വക്രീകരിച്ചാണ് പുതിയ കാലത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. എല്ലാ RSSകാരും അങ്ങനെയാണ്, എല്ലാ BJPക്കാരും അങ്ങനെയാണ്. ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഐതിഹ്യങ്ങളെയാണ് പലപ്പോഴും ചരിത്രമായി RSSകാർ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഗീബൽസിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. എങ്ങനെയെങ്കിലും 100 തവണ ഒരു കള്ളം ആവർത്തിച്ചു പറഞ്ഞാൽ ആ കള്ളം ഒരു 10% മനുഷ്യരെങ്കിലും വിശ്വസിക്കും എന്നതാണ് RSSന്റെ പുതിയ കാലത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രത്തിന്റെ വളരെ കുറച്ചു നാളത്തെ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാളാണ് ഇപ്പോ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സുരേഷ് ഗോപി നല്ല ഒരു നടനായിരുന്നു. നല്ലൊരു നടനായ സുരേഷ് ഗോപി നിർഭാഗ്യവശാൽ RSSലേക്ക് പോയപ്പോ സ്വന്തം തലച്ചോറ് തന്നെ RSSന് പണയം വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് സുരേഷ് ഗോപിയെ തിരുത്താം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടത് ഇല്ല. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞ തെറ്റായ ചരിത്രാവിഷ്കാരത്തെ നാം നിർബന്ധമായും തിരുത്തുക തന്നെ ചെയ്യാം. 1946 എന്ന വർഷത്തെ ഈ കേരളത്തിന് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? ഈ കേരളം ഐക്യ കേരളമായി രൂപീകരിക്കപ്പെടുമ്പോ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും ചേരുന്ന വിവിധ നാട്ടുരാജ്യങ്ങളെ നാട്ടുപ്രദേശങ്ങളെ ഒരു സംസ്ഥാനമായി മലയാളം സംസാരിക്കുന്ന മനുഷ്യരുടെ സംസ്ഥാനമായി രൂപീകരിക്കപ്പെടുമ്പോ ആ രൂപീകരണത്തിലേക്ക് നയിച്ച ഏറ്റവും തീവ്രമായ പോരാട്ടങ്ങളൊന്ന് ആലപ്പുഴയിലെ കർഷക തൊഴിലാളികൾ നടത്തിയ, പുന്നപ്രയിലും വയലാറിലും നടത്തിയ പോരാട്ടങ്ങളായിരുന്നു എന്ന് എങ്ങനെയാണ് ഈ കേരളത്തിന്റെ ഭൂതകാലത്തെ ഓർത്ത് നമുക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയുക? അന്ന് കർഷക തൊഴിലാളികളാണ് പുന്നപ്രയിലും വയലാറിലും സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കർഷക തൊഴിലാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനും നിങ്ങളും പഠിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിൽ കഴിഞ്ഞ് പാടത്ത് വൈകിട്ട് ഒരു അരമണിക്കൂർ നിൽക്കുന്ന പാർട്ടി യോഗങ്ങളിൽ കിട്ടുന്ന വിദ്യാഭ്യാസം മാത്രമാണ് അന്നത്തെ കർഷക തൊഴിലാളികളുടെ ആകെ വിദ്യാഭ്യാസ മൂല്യം എന്ന് നാം തിരിച്ചറിയണം. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ അന്നത്തെ കർഷക തൊഴിലാളികൾക്ക് അവകാശമോ അവസരമോ ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നു എന്ന് മാത്രമായിരുന്നില്ല, സാമൂഹ്യമായി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അടുപ്പിക്കപ്പെടാത്തവരായിരുന്നു ഈ കേരളത്തിലെ തൊഴിലെടുക്കുന്ന തൊഴിലാളി വർഗം ആ കാലത്ത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആ തൊഴിലാളി വർഗത്തെ, ഈ കേരളത്തെ കേരളമാക്കുന്നതിന് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും തൊഴിലാളികളിൽ വർഗബോധം ഉണ്ടാക്കുന്നതിനും, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ജോലിക്കനുസൃതമായ കൂലി ചോദിച്ചു വാങ്ങാൻ നിങ്ങൾ ഒരാളെ ഭയപ്പെടുന്നതില്ലെന്നും, നിങ്ങളുടെ മക്കൾക്ക് ഈ കേരളത്തിലേക്ക് പഠിക്കാൻ അവകാശമുണ്ടെന്നും, നിങ്ങൾക്കൊരു തുണ്ട് ഭൂമിക്ക് അവകാശമുണ്ടെന്നും, നിങ്ങൾ ഈ കേരളത്തിൽ മനുഷ്യരായി തന്നെ പിറന്നു വീണവരാണെന്നും, നിങ്ങൾ അടിമകളല്ലെന്നും ആ സമൂഹത്തെയും തൊഴിലാളികളെയും ഓർമ്മിപ്പിക്കാൻ ഈ കേരളത്തിൽ ചെങ്കൊടി പ്രസ്ഥാനം ഉണ്ടായത് കൊണ്ടാണ് തൊഴിലാളികൾ ആത്മാഭിമാനമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്നത് കേരളത്തിന്റെ ചരിത്രമാണ് എന്ന് നാം ഓർത്തെടുക്കണം. അവിടെ പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, നിർധനരായ കർഷക തൊഴിലാളികൾ, നിരക്ഷരരായ കർഷക തൊഴിലാളികൾ തൊഴിലവകാശങ്ങളും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ മുദ്രാവാക്യം സംഘടിക്കുമ്പോ ആ സംഘടിച്ച കർഷക തൊഴിലാളികൾ ഉയർത്തിയ പല ആവശ്യങ്ങളും അംഗീകരിക്കാമെന്ന് അന്ന് നാട് ഭരിച്ചിരുന്ന SRCP തൊഴിലാളികളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ ബോണസ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്,
നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആനുകൂല്യങ്ങൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ ആനുകൂല്യങ്ങൾക്ക് മുന്നിലൊന്നും തൊഴിലാളികൾ അടിപതറിയില്ല എന്നതാണ് ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് നാം ഓർത്തെടുക്കണം. ഒരുപക്ഷെ തൊഴിലിന്റെ ഭാഗമായി കൂലി ഒരൽപ്പം കൂട്ടിക്കിട്ടിയാൽ, ബോണസ് ഒരൽപ്പം കൂട്ടിക്കിട്ടിയാൽ തന്റെ ജീവിതം മെച്ചപ്പെടുമെന്നും അങ്ങനെ മെച്ചപ്പെട്ടാൽ മാത്രം മറ്റൊന്നും കമ്മ്യൂണിസ്റ്റ് ബോധമില്ലായിരുന്നെങ്കിൽ തൊഴിലാളികൾ പക്ഷെ ചിന്തിച്ചേരെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ബോധ്യവും മൂല്യവും തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം ഈ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ തലമുറയുടെ സ്വാതന്ത്ര്യമാണ്, ഞങ്ങളുടെ ആവശ്യം സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പുതുതലമുറയെ സ്വപ്നം കാണുന്ന ലോകമാണ്. ആ ലോകത്തിലേക്ക് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സമൂഹത്തെ നയിക്കുകയാണ് ഞങ്ങൾ ലക്ഷ്യം എന്ന് തൊഴിലാളികൾ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ബോണസിൽ ഞങ്ങൾ വീഴില്ല, നിങ്ങളുടെ ശമ്പള വർധനയിൽ ഞങ്ങൾ വീഴില്ല, നിങ്ങളുടെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളിൽ ഞങ്ങൾ വീഴില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഈ നാടിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് മുദ്രാവാക്യം ഉയർത്തിയവരാണ് ഈ കേരളത്തിലെ കർഷക തൊഴിലാളികൾ. ആ മുദ്രാവാക്യം ഉയർത്തി അമേരിക്കൻ മോഡൽ എന്ന അന്നത്തെ സർസീറ്റ് മുന്നോട്ട് വെച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നോട്ടടിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഉൾപ്പെടെ പിന്നോട്ടടിക്കുന്ന ആ രാജ്യത്തിന്റെ സ്വതന്ത്ര മോഡലിനെ അറബിക്കടലിൽ എറിയണം എന്ന് മുദ്രാവാക്യം ഉയർത്തുകയാണ് കർഷക തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി ഈ കേരളത്തിൽ അണിനിരന്നത്. ആ സമരത്തിന്റെ ഫലം എന്തായിരുന്നു? 1947 പുന്നപ്രയിലും പിന്നീട് മാരാരിക്കുളത്തും പിന്നീട് മേലാശ്ശേരിയിലും അതോടൊപ്പം തന്നെ വയലാറിലും വെടിയേറ്റ് ആയിരക്കണക്കിന് വലിയ തൊഴിലാളികൾ മരിച്ചു വീഴുന്ന കാഴ്ച ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും കാണാൻ കഴിയും. അങ്ങനെ ആയിരക്കണക്കിന് തൊഴിലാളികൾ മരിച്ചു വീഴുമ്പോ ആ പോരാട്ടത്തിൽ നയിക്കാൻ ആയിരക്കണക്കിന് തൊഴിലാളികൾ പോരാട്ട ഭൂമിയിലേക്ക് വരുന്ന കാഴ്ചയും ആവേശഭരിതമായി നാം കാണുന്നുണ്ട്. അങ്ങനെ തോക്കുമേന്തി നിൽക്കുന്ന സർസീപ്പിയുടെ പട്ടാളത്തിന്റെ വാരിസിംഹമെടുത്ത് ഈ കേരളത്തിലെ തൊഴിലാളികൾ പോരടിക്കാൻ തയ്യാറായി ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങിയതിന്റെ ഫലമാണ് 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം ചേരാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് കേരളത്തിന്റെ തെക്കേറ്റം പരിവർത്തനപ്പെട്ടത് എന്ന് എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? കയ്യൂർ രക്തസാക്ഷികളെ എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്ത, വിവിധ പ്രദേശങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? നിങ്ങൾ ഈ കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും പോയാൽ അഭിമാനത്തോടെ ഞങ്ങൾ പറയട്ടെ, ഈ കേരളത്തിലെ ഓരോ ഗ്രാമത്തിന്റെ ചരിത്രത്തിലും ഒന്നോ അതിലുപരിയോ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ഓരോ ഗ്രാമത്തിന്റെ ചരിത്രത്തിന്റെയും ഭാഗമായ കമ്മ്യൂണിസ്റ്റുകാർ, ഓരോ നാടിന്റെയും ചരിത്രത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റുകൾ, ഓരോ നാടിന്റെ മുന്നോട്ട് പോക്കിന്റെയും ചരിത്രത്തിന്റെ ഭാഗമായ കമ്മ്യൂണിസ്റ്റുകൾ. EMSലെ കേരളത്തിൽ എങ്ങനെ മറക്കാൻ കഴിയും? AKCയെ കേരളത്തിൽ എങ്ങനെ മറക്കാൻ കഴിയും? കൃഷ്ണപിള്ളയെ കേരളത്തിൽ എങ്ങനെ മറക്കാൻ കഴിയും? ഇങ്ങനെ ഈ കേരളത്തിന്റെ സമര പോരാട്ടങ്ങളെ കരുത്തോടെ നയിച്ച കേരളത്തിൽ ഊർജാവേശമായിരുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ മറക്കുക എന്നത് മരിക്കുന്നതിന് തുല്യമാണ് കേരളീയർക്ക് എന്ന് അഭിമാനത്തോടെ നാം ഓർത്തെടുക്കേണ്ട വസ്തുതയല്ലേ? EMSന്റെ ഗവൺമെന്റ് ഇല്ലായിരുന്നെങ്കിൽ, AKGയുടെ പോരാട്ടങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, കൃഷ്ണപിള്ള സംഘടിപ്പിച്ച തൊഴിലാളികളില്ലായിരുന്നെങ്കിൽ ഈ കേരളം ഇന്ന് കാണുന്ന കേരളമായി രൂപീകരിക്കപ്പെടുമായിരുന്നോ? ഈ ചോദ്യം പുതിയ കേരളത്തിന്റെ ചരിത്രത്തെ നോക്കി ചോദിക്കേണ്ട ചോദ്യമാണ്. നവോത്ഥാന മുന്നേറ്റങ്ങളെ പറ്റി വലതുപക്ഷം നന്നായി പ്രചരിപ്പിക്കാറുണ്ട്. വലതുപക്ഷ ബുദ്ധിജീവികൾ കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ചരിത്രത്തെ വലിയ നിലയിൽ പ്രചരിപ്പിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നവോത്ഥാന മുന്നേറ്റങ്ങളുടെ കേന്ദ്രമായിരുന്നു കേരളം, തർക്കമേ നമുക്കാർക്കും ഇല്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് പ്രദേശങ്ങളിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളിൽ നിന്ന് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കേണ്ടതല്ലേ? നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ വലിയ നായകന്മാരെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ നവോത്ഥാന നായകന്മാർ നടത്തിയ സാമൂഹ്യ പരിഷ്കരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരളത്തിലേക്ക് വന്നാൽ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വാഗ്ബടാനന്ദനും വക്കമ്മോദവിയും ചട്ടമ്പിസ്വാമികളും അയ്യാവൈകുണ്ഠനും തുടങ്ങി എണ്ണമറ്റ നവോത്ഥാന നായകരെ നിങ്ങൾക്ക് കേരളത്തിലെ ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഈ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിലും കൈവരിക്കാൻ കഴിയാത്ത നവോത്ഥാന മുന്നേറ്റങ്ങളുടെ തുടർച്ച എങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്? ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിച്ച നവോത്ഥാന മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകരിൽ മാത്രം ഒതുങ്ങി നിന്നപ്പോ അവരുടെ കാലശേഷം
ഭൂതകാലത്തിന്റെ തെറ്റുകളിലേക്ക് ഓരോ സമൂഹവും തിരിച്ചു നടന്നപ്പോ ഇന്നും ജാതിഗ്രാമങ്ങൾ ഈ നാടിന്റെ ഒരു യശസ് തകർക്കുന്ന വസ്തുതയായി രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങൾ നിലനിൽക്കുമ്പോൾ ആ ജാതി വിവേചനങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ അതിജീവിച്ച് കേരളത്തിന് എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? അവിടെയാണ് കേരളത്തിലെ സവിശേഷമായ രാഷ്ട്രീയ ചരിത്രത്തെ നാം ഓർത്തെടുക്കേണ്ടത്. നവോത്ഥാന പോരാട്ടങ്ങളെയും നവോത്ഥാന നായകന്മാരെയും പിൻപറ്റി ഈ കേരളത്തിനകത്ത് ആ നവോത്ഥാന നായകന്മാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ സാക്ഷാത്കരിക്കാൻ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് ഈ കേരളം രാജ്യത്തിന് മാതൃകയായ സംസ്ഥാനമായി ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളെ വൈകുണ്ഠൻ ഉയർത്തിയ നവോത്ഥാനത്തിന്റെ മുന്നേറ്റങ്ങളെ, മുദ്രാവാക്യങ്ങളെ ഈ രാജ്യത്ത് കേരളത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഏറ്റെടുക്കാൻ കേരളത്തിലെ EMS-ഉം കൃഷ്ണപിള്ളയും AKG അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമര പോരാട്ടങ്ങളിലൂടെ നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പിന്തുടർച്ച ഉണ്ടായത് എന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ആ ചരിത്രത്തെ ഒരു RSSകാരൻ എത്ര നാൾ ഈ രാജ്യം ഭരിച്ചു എന്ന കുങ്ക് പുറത്തെടുത്താലും മായ്ച്ചു കളയാൻ കഴിയില്ല എന്നതാണ് ഈ കേരളത്തിന്റെ കരുത്ത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അയ്യങ്കാളി ഈ കേരളത്തിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാട്ടം കഴിച്ചെങ്കിൽ ആ അയ്യങ്കാളിയുടെ മുദ്രാവാക്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യമായി പരിവർത്തനപ്പെടുത്തി അധികാരത്തിലെത്തിയപ്പോൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് ഈ കേരളത്തിലെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു എന്ന് നാം ഓർത്തെടുക്കേണ്ടതല്ലേ? EMS-ന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഈ കേരളത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം എന്നത് ഇന്നും ഒരു സ്വപ്നമായി ചുരുങ്ങിപ്പോകില്ലായിരുന്നോ? ഈ കേരളത്തിനകത്തെ തൊഴിലാളികളുടെ മക്കൾ പള്ളിക്കുടങ്ങളിലേക്ക് കൊണ്ടുവരുത്താൻ EMS എന്ന കമ്മ്യൂണിസ്റ്റുകാരെ നേതൃത്വം കൊടുത്ത ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് EMS ഗവൺമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ തൊഴിലാളികളുടെ മക്കൾക്ക് പള്ളിക്കൂടത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമായിരുന്നോ? അന്ന് EMS നടത്തിയ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നമുക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? ഈ തൊഴിലാളികളുടെ മക്കളെ പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന അച്ഛനും അമ്മയ്ക്കൊപ്പം പണിയിടങ്ങളിലേക്ക്, പണിശാലകളിലേക്ക്, തൊഴിലിടങ്ങളിലേക്ക്, പാടത്തേക്ക് പണിക്ക് പോകുന്ന ഈ തൊഴിലാളികളുടെ മക്കൾ അവർ വിദ്യാഭ്യാസം സൗജന്യമാക്കിയതെന്ന് മാത്രം ഒരുപക്ഷെ പഠിക്കാൻ വരണം എന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ EMS പറയുന്നുണ്ട്, നമുക്കവരെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഒരു നേരത്തിന് വേണ്ടിയാണ് ഈ അച്ഛനും അമ്മയ്ക്കുമൊപ്പം അവർ പാടത്തേക്ക് പോകുന്നത്. അങ്ങനെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പാടത്തേക്ക് പോകുന്ന തൊഴിലാളികളുടെ മക്കളോട് കേരളത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് EMS ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ പള്ളിക്കൂടത്തിലേക്ക് വരണം. നിങ്ങളെ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ പള്ളിക്കൂടത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പള്ളിക്കൂടത്തിൽ തരാനുള്ള സംവിധാനം ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒരുക്കുകയാണ് എന്ന്. അങ്ങനെ ഒരു നേരത്തെ ആഹാരവും സൗജന്യമായ വിദ്യാഭ്യാസവും ഈ കേരളത്തിനകത്ത് നമുക്ക് മുന്നേ നടന്നുപോയ തൊഴിലാളി സമൂഹത്തിന്റെ, അധസ്ഥിത വിഭാഗത്തിന്റെ, പിന്നോക്ക വിഭാഗത്തിന്റെ വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി മാത്രം അവശേഷിച്ച സമൂഹത്തിന്റെ ചുമരിൽ ഒരു ബാധ്യതയായി വിദ്യാഭ്യാസം മാറിയിരുന്ന ഘട്ടത്തിൽ, ഒരു സ്വപ്നമായി വിദ്യാഭ്യാസം ഒതുങ്ങിയിരുന്ന ഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വിദ്യാബോധത്തിന്റെ വിദ്യാഭ്യാസം നൽകാനുള്ള പ്രക്രിയയും പ്രവർത്തനവും ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന്റെ എന്താകുമായിരുന്നു? ഇന്ന് അഭിമാനത്തോടെ നാം ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലേക്ക് നാം പോയാലും ഒരു മലയാളിയെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് മലയാളികൾക്ക് ലോകത്തിന്റെ എല്ലാ പറന്നുകൊണ്ടിരിക്കാൻ കഴിയുന്ന സാമൂഹ്യ പശ്ചാത്തലമുള്ള നാടായി കേരളം മാറുന്നത്? ആ ചരിത്രത്തിൽ മനുഷ്യന് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള കുടിയേറ്റ പോരാട്ടത്തിനുൾപ്പെടെ നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ മനസ്സിന് എങ്ങനെയാണ് മറക്കാൻ കഴിയുന്നത്? പുതിയ കാലത്ത് പുതിയ നാടിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടങ്ങളെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭൂതകാലത്ത് ഈ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നാം നടത്തിയ വിശ്വമായ പോരാട്ടങ്ങളുടെ ഊർജ്ജത്തിൽ നിന്ന് പുതിയ കാലത്ത് വർത്തമാനകാല വെല്ലുവിളികളെ രാഷ്ട്രീയമായി നിർവചിച്ചും ഏറ്റെടുത്തുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുത്തോടെ ഇന്ന് രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു ആരാണ്? വർത്തമാനകാല ഇന്ത്യയിൽ നിസ്സംശയം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പറയുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വസ്തുതയുണ്ട്. വർത്തമാനകാല ഇന്ത്യയിലെ നാം നേരിടുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട വിപത്ത് ഈ രാജ്യത്തെ ഇന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയവാദം തന്നെയാണ്. ഇന്ത്യ സ്വതന്ത്രമായപ്പോ പരാജയപ്പെടുത്താൻ ശ്രമിച്ച പ്രധാനപ്പെട്ട ശക്തികളിലൊന്ന് വർഗീയവാദമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. 47 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നമുക്ക് മുന്നേ സ്വാതന്ത്ര്യം പ്രാപിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ഒരു രാജ്യം ഈ ലോകത്തുണ്ട്. ആ രാജ്യത്തിന്റെ പേര് പാകിസ്ഥാൻ എന്നാണ്. നമുക്ക് മുന്നേ ഒരു ദിവസം മുന്നേ ലോകത്ത് സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിൽ നിന്ന് വേർവിട്ടുപോയി മദാരിസ്ഥാൻ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനും ഇന്ത്യയുമാണ് അന്ന് ഇന്ത്യയിൽ ലോകത്ത് സ്വതന്ത്രമാകുന്ന രണ്ട് രാജ്യങ്ങൾ. എന്താണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം? ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസത്തെ നാം പഠിക്കുമ്പോഴാണ് ഒന്ന് മതരാഷ്ട്രമായിരുന്നെന്നും ഒന്ന് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായിരുന്നു എന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. മതരാഷ്ട്രമുയർത്തിയ പാകിസ്ഥാനിലേക്കും ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ സ്വപ്നം കണ്ടവർ ഇന്ത്യയിൽ അടിയുറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടത്. അന്ന് മതരാഷ്ട്രം വേണ്ടെന്നും ഞങ്ങൾക്ക് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യയുടെ ഭാഗമായാൽ മതിയെന്നും പ്രഖ്യാപിച്ചവരാണ് ഇന്ത്യയിൽ ഉറച്ചിരുന്ന മനുഷ്യരെന്ന് നമുക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയാതിരിക്കുന്നത്? അന്ന് എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരിലെയും മതനിരപേക്ഷവാദികളായ മനുഷ്യർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് മതനിരപേക്ഷ ഇന്ത്യയാണ്. അവിടെ ഹിന്ദുവിനെ നിങ്ങൾക്ക് കാണാം, അവിടെ മുസൽമാനെ നിങ്ങൾക്ക് കാണാം, അവിടെ ക്രിസ്ത്യാനെ നിങ്ങൾക്ക് കാണാം, അവിടെ ബുദ്ധമത വിശ്വാസികളുണ്ട്, അവിടെ ജൈനമത വിശ്വാസികളുണ്ട്, അവിടെ പാഴ്സി മത വിശ്വാസികളുണ്ട്. അങ്ങനെ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യർ മതനിരപേക്ഷ ഇന്ത്യയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ്. മതവാദികളായ മനുഷ്യർ പാകിസ്ഥാനിലേക്ക് പോകുന്ന കാഴ്ചയും നാം കണ്ടതാണ്. എന്താണ് പാകിസ്ഥാന്റെ സ്ഥിതി? എന്താണ് ഇന്ത്യയുടെ സ്ഥിതി? വർത്തമാനകാല ഇന്ത്യയെ മാറ്റി നിർത്തി നാം പരിശോധിച്ചാൽ, ഇന്ത്യയും പാകിസ്ഥാനെയും നാം താരതമ്യം ചെയ്താൽ, ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോയതിന്റെ ചരിത്രവും പാകിസ്ഥാൻ ബഹുദൂരം പിന്നോട്ട് പോയതിന്റെ ചരിത്രവുമാണ് ഇത്രയും നാളത്തെ ചരിത്രത്തിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പിന്നോട്ട് പോകേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്? ഒറ്റ ഉത്തരമാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ഉത്തരം. നാം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ്. ഈ രാജ്യത്തെ ഭരണഘടന, രാജ്യത്തെ ഭരണവ്യവസ്ഥിതികൾ, രാജ്യത്തെ ഗവൺമെന്റുകൾ, രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യത്തെ ജനങ്ങൾ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് പാകിസ്ഥാന് പുറകോട്ട് പോകേണ്ടി വന്നതും ഇന്ത്യക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞതും. മതരാഷ്ട്രം ഒരു മനുഷ്യന്റെയും നിലനിൽക്കുന്ന യാതൊരു പ്രശ്നങ്ങളുടെയും അന്തിമ പരിഹാരമല്ല എന്നുകൂടിയാണ് ഇന്ത്യ 1947 വിധി എഴുതുന്നത്. ആ വിധിയെഴുത്തിനെ പൊളിച്ചെഴുതാനാണ് വർത്തമാനകാല ഇന്ത്യയിൽ RSS പരിശ്രമിക്കുന്നത് എന്നത് വളരെ ജാഗ്രതയോടെ ഞാനും നിങ്ങളും നോക്കിക്കാണേണ്ട ചരിത്ര വസ്തുതയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കുക എന്നതാണ് RSSന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. നാം RSSനോട് ചോദിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: മതരാഷ്ട്രമായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടാൽ ഈ രാജ്യത്തെ അടിസ്ഥാനപരമായ മനുഷ്യർ നേരിടുന്ന ഏത് വിഷയത്തെ പരിഹരിക്കാനാവും എന്നാണ് RSS ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നാം ചോദിക്കേണ്ട ചോദ്യം, മതരാഷ്ട്രമായി ഇന്ത്യ പരിവർത്തനപ്പെട്ടാൽ ഈ രാജ്യത്തെ തൊഴിലാളികൾ വർത്തമാനകാല ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ, വിഷയങ്ങളെ പരിഹരിക്കാൻ ഇവർക്ക് സാധിക്കുമോ? ഈ രാജ്യത്തെ സ്ത്രീകൾ വർത്തമാനകാല ഇന്ത്യയിൽ നേരിടുന്ന ഭീഷണികളെ, വെല്ലുവിളികളെ, അതിക്രമങ്ങളെ തടയാൻ ഇവർ പ്രഖ്യാപിക്കുന്ന മതരാഷ്ട്രങ്ങളിൽ ഉപാധികൾ ഉണ്ടാകുമോ? ഈ രാജ്യത്ത് ഇന്നും വിദ്യാഭ്യാസം ഒരു സ്വപ്നമായി തുടരുന്ന ലക്ഷക്കണക്കിനായ കുട്ടികൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള എന്തുപാടിയാണ് RSS മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രത്തിൽ അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്? ഈ രാജ്യത്തെ ചെറുപ്പക്കാർ നേരിടുന്ന അതിസങ്കീർണമായ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ നീളുന്ന പൊള്ളുന്ന പ്രശ്നമായി ഈ രാജ്യത്തെ ചെറുപ്പക്കാർ ഇതിനെ കാണുമ്പോൾ അതിനെ മറികടക്കാനുള്ള എന്തുപാടിയാണ് ഈ രാജ്യം ഭരിക്കുന്നവർ മതരാഷ്ട്രത്തിലൂടെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഇവർക്ക് കഴിയുമായിരുന്നെങ്കിൽ, അങ്ങനെ ഈ രാജ്യത്തെ തൊഴിലാളികളുടെയും ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും പഠിക്കുന്നവരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങൾ പരിഹരിക്കാൻ RSSന് കഴിയുമായിരുന്നെങ്കിൽ ഈ രാജ്യം 11 വർഷക്കാലം RSSന്റെ ഭരണം പൂർത്തിയാക്കപ്പെടുമ്പോ ഇതിലേതെങ്കിലുമൊക്കെ ജനവിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഈ രാജ്യത്തെ തൊഴിലാളികളുടെ സ്ഥിതി എന്താണ്? പട്ടിണിയിൽ നിന്ന് വറുതിയിലേക്കും കൊടും പട്ടിണിയിലേക്കും തള്ളപ്പെടുന്ന കുടുംബങ്ങളായി
ഈ രാജ്യത്തെ തൊഴിലാളി കുടുംബങ്ങൾ മാറുകയല്ലേ? ഫാക്ടറി ആക്ടിൽ ഉൾപ്പെടെ വരുത്തിയ ഭേദഗതിയിലൂടെ തൊഴിലിടങ്ങളിൽ സംഘടിക്കാൻ ഈ രാജ്യത്തെ സംഘടിത തൊഴിലാളി വർഗം പോരാട്ടങ്ങളിലൂടെ നേടിയ അവകാശങ്ങൾ പോലും വർത്തമാനകാല ഇന്ത്യയിൽ നിഷേധിക്കപ്പെടുന്ന കാഴ്ച ഞാനും നിങ്ങളും കാണുകയാണ്. തൊഴിലവകാശങ്ങളില്ലാത്ത തൊഴിലാളികൾ, കൂലി കുട്ടിച്ചോദിക്കാൻ അവകാശമില്ലാത്ത തൊഴിലാളികൾ, തൊഴിലവസരങ്ങളിൽ സമത്വം കാത്തുസൂക്ഷിക്കാൻ കഴിയാത്ത തൊഴിൽ രംഗം, ഇങ്ങനെ സങ്കീർണമായ തൊഴിലാളി വിഷയങ്ങൾ രാജ്യത്ത് കുമിഞ്ഞുകൂടുമ്പോ നിശ്ചിതമായിരിക്കുന്ന ഒരു ഭരണകൂടത്തെ രാജ്യത്ത് ഞാനും നിങ്ങളും കാണുകയാണ്. വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അവസാനം പുറത്തുവന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ എക്കണോമിക് സർവേ പ്രകാരം 10 ലക്ഷം കുട്ടികളാണ്. പുറത്തുവന്ന ഔദ്യോഗിക കണക്ക് പ്രകാരം മാത്രം ഈ രാജ്യത്ത് ഔപചാരികമായ വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ സ്കൂളുകൾക്ക് പുറത്തു നിൽക്കുന്നത്. അങ്ങനെ 10 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ ഇന്നും പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കാണാതെ സ്കൂളിന്റെ പുറത്തു നിൽക്കുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നെങ്ങനെയാണ് ഇന്ത്യക്ക് മറക്കാൻ കഴിയുന്നത്? മണിപ്പൂരിലാവട്ടെ, ജമ്മു കാശ്മീരിലാവട്ടെ, ഗുജറാത്തിലാവട്ടെ, ഡൽഹിയിലാവട്ടെ, ഉത്തർപ്രദേശിലാവട്ടെ, ഉന്നാവിലാവട്ടെ, ഈ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്ത്രീകൾ മൃഗീയമായി ആക്രമിക്കപ്പെടുന്ന കാഴ്ച വർത്തമാനകാല ഇന്ത്യയിൽ ഞാനും നിങ്ങളും കാണുകയല്ലേ? മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നഗ്നരാക്കി നടത്തുന്നതിന്റെ ജീവസ്തമായ കാഴ്ച ഈ രാജ്യം ഞെട്ടലോടെയാണ് കണ്ടത്. ഈ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ എന്ത് നയമാണ് ഈ രാജ്യത്ത് RSS ആവിഷ്കരിച്ചിട്ടുള്ളത്? ഈ രാജ്യത്തെ തൊഴിലായ്മ ഏതാണ്ട് 9% കടന്ന് ബഹുദൂരം മുന്നോട്ട് പോയ വർത്തമാനകാല ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി സ്വന്തം മേശപ്പുറത്തേക്ക് താൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത് നിയമനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ രാജ്യത്തെ 11 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർക്ക് ഗവൺമെന്റ് സർവീസിൽ മാത്രം ജോലി കൊടുക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. ഇതിനൊന്നും പരിശ്രമിക്കാത്തവർ മതരാഷ്ട്രമെന്ന സാങ്കല്പികമായ മുദ്രാവാക്യത്തിലൂന്നി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കോർപ്പറേറ്റുകൾക്ക് പാദസേവ ചെയ്യുന്ന വർത്തമാനകാല ഇന്ത്യയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ വർത്തമാനകാല ഇന്ത്യയിൽ ജനങ്ങളെ കബളിപ്പിച്ച് വർഗീയതയെ വിഷമിച്ച് ജനങ്ങൾക്കിടയിൽ ചാടി ജനങ്ങൾക്കിടയിൽ ദുഃഖം സൃഷ്ടിച്ച് ജനജീവിതത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാത്ത ഒരു സാമൂഹ്യ പശ്ചാത്തലം ഒരുക്കിയെടുക്കലാണ് കോർപ്പറേറ്റ് BJP അജണ്ട എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. 1 രൂപയ്ക്ക് 1 ഏക്കർ ഭൂമി 1050 ഏക്കറാക്കി കണക്കാക്കി ബീഹാറിൽ അദാനിക്ക് സംഭാവന ചെയ്യുമ്പോൾ ആ 1050 ഏക്കറിന് സമീപത്തായി നിർധനരായ ഭൂമിയില്ലാത്ത എത്രയോ മനുഷ്യരെ ബീഹാറിൽ നമുക്ക് കാണാൻ കഴിയും. ആസാമിൽ 3000 ഏക്കറാണ് കോർപ്പറേറ്റുകൾക്ക് കൊടുത്തത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കോർപ്പറേറ്റുകൾ തഴച്ചു വളരുകയും തൊഴിലാളികൾ ഒരടിച്ചു പോവുകയും ചെയ്യുന്ന പാവപ്പെട്ടവർ അതിപാവപ്പെട്ടവരും ദരിദ്രരുമായി മാറുന്ന സാമൂഹ്യ സ്ഥിതി വർത്തമാനകാലത്തിൽ നിലനിൽക്കുന്നതിനോ എങ്ങനെയാണ് BJPക്ക് വിശദീകരിക്കാൻ കഴിയുന്നത്? ഈ BJPയാണ് വികസനം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഈ BJPയാണ് വികസനത്തിന് മുദ്രാവാക്യം പറഞ്ഞ് കേരളത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥ വികസനം കാണണമെങ്കിൽ അഭിമാനത്തിന്റെ കേരളം പറയും ലോകത്തിന്റെ നെറുകയിലേക്ക് ഒരു കൊച്ചു സംസ്ഥാനത്തെ കുതിപ്പിക്കുന്ന കേരളത്തിലെ വികസനത്തെയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത്. യഥാർത്ഥ വികസന കാഴ്ചപ്പാട് കാണണമെങ്കിൽ കേരളത്തെ ലോകത്തിന് മാതൃകയാക്കുന്ന ഇടതുപക്ഷത്തിന്റെ വികസന മാതൃകയാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അഭിമാനത്തോടെയാണ് കേരളത്തിലെ എല്ലാ മനുഷ്യരും പറയുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല കേട്ടോ, ഈ കേരളത്തിലെ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരും പറയുന്നത് എന്റെ നാട് എന്റെ അഭിമാനം എന്നാണ്. എങ്ങനെയാണ് മലയാളികൾക്ക് ഈ ആത്മാഭിമാന ബോധം ഉണ്ടായത്? നിങ്ങൾ നോക്കൂ, നമ്മളെ വിമർശിക്കുന്നവരോട്, നമ്മളെ കുറ്റം പറയുന്നവരോട്, നമുക്കെതിരായ അപവാദപ്രചരണം നടത്തുന്നവരോട് നാം ചോദിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട്. 2016 ഞാനും നിങ്ങളും കണ്ട കേരളമാണോ ഈ 2025 നാം കാണുന്ന കേരളം? എത്രയോ കേരളം മാറിയിരിക്കുന്നു. നമ്മുടെ സ്കൂളുകൾ എത്രയോ മാറിയിരിക്കുന്നു. നമ്മുടെ ആശുപത്രികൾ എത്രയോ മാറിയിരിക്കുന്നു. നമ്മുടെ സർക്കാർ ഓഫീസുകൾ എത്രയോ മാറിയിരിക്കുന്നു. നമ്മുടെ റോഡുകൾ എത്രയോ മാറിയിരിക്കുന്നു. എത്രയോ പുതിയ പാലങ്ങൾ വന്നിരിക്കുന്നു. എത്രയോ IT കമ്പനികൾ വന്നിരിക്കുന്നു. എത്രയോ വ്യവസായ സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. എത്രയോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏത് വികസന മേഖലയാണ് കഴിഞ്ഞ 9 വർഷക്കാലം ഈ കേരളത്തിനകത്ത് മാറ്റത്തിന് വിധേയമാകാത്തത്? സമയം കുറവായതുകൊണ്ട്
എല്ലാ വികസന മേഖലയും പറയാനേ ഞാൻ ഉദ്ദേശിക്കുന്നതേയില്ല. പക്ഷെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി എങ്ങനെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നത്? നാം ഉയർത്തുന്ന ഒരു വെല്ലുവിളിയില്ലേ ഈ കേരളത്തിനകത്തെ നമ്മളെ വിമർശിക്കുന്ന, വീണ്ടും UDF അധികാരത്തിലെത്തണമെന്ന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ കാല് പിടിക്കാൻ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ബദർവസ്തുകാരികളായ കോൺഗ്രസിനെയും അവർക്ക് മുസ്ലിം ലീഗിനെയും നാം ഉയർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ഈ കേരളത്തിലെ UDF കേരളം ഭരിച്ചിരുന്ന 2011 മുതൽ 16 വരെയുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും LDF കേരളം ഭരിക്കുന്ന 2016 മുതൽ 25 വരെയുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും താരതമ്യം ചെയ്ത് സംസാരിക്കാൻ നട്ടലുള്ള എൽപ്പുള്ള ഒരു UDF നേതാവെങ്കിലും ഈ കേരളത്തിനകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നത് നാം ഉയർത്തേണ്ട രാഷ്ട്രീയ ചോദ്യമല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു UDF നേതാവും UDF ഭരണത്തെയും LDF ഭരണത്തെയും താരതമ്യം ചെയ്യാൻ ഇന്ന് തയ്യാറാവുന്നതേ ഇല്ല. താരതമ്യം ചെയ്താൽ 100 മാർക്ക് വാങ്ങിയ LDF ഗവൺമെന്റും 0 വാങ്ങി UDF ഗവൺമെന്റും ജയിക്കുന്ന കാഴ്ചയാണ് ഈ കേരളത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ UDF ഗവൺമെന്റ് കാലത്തെ വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥിതി എന്തായിരുന്നു? കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പാഠപുസ്തകം പോയിട്ട് ക്ലാസ് മുറികളോ സ്കൂളുകളോ ഇല്ലാത്ത കേരളത്തെ പറ്റി ആശങ്കയോടെയാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകത്തിന് വേണ്ടി തെരുവിൽ സമരം ചെയ്ത് മർദ്ദനമേറ്റു വാങ്ങേണ്ട കാഴ്ചയാണ് ഈ കേരളത്തിൽ UDF-കാരൻ കേരളം ഭരിച്ചപ്പോ കണ്ടതെങ്കിൽ ആ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇന്ന് എവിടേക്കാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്? 5000 കോടി രൂപയുടെ വികസനമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം നടന്നിരിക്കുന്നത് എന്നത് കേരളത്തിന് എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുന്നത്? 50,000 ഹൈടെക് ക്ലാസ് മുറികൾ ഈ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടതിനെ എങ്ങനെയാണ് കേരളത്തിന് വിസ്മരിക്കാനാവുന്നത്? ആരാണ് ഇതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത്? നിങ്ങൾ നോക്കൂ, ആരാണ് സർക്കാർ സ്കൂളുകളിലേക്ക് പോകുന്നത്? ഈ കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അത്താണിയായിരുന്നില്ലേ സർക്കാർ സ്കൂള്? UDF-കാരൻ ഭരിക്കുമ്പോൾ സർക്കാർ സ്കൂളിൽ നിന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിലും തന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാൻ പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചോടിയ കാഴ്ചയാണ് 2011-നും 16-നും ഇടയ്ക്ക് ഈ കേരളം കണ്ടതെങ്കിൽ എന്താണ് ഇടതുപക്ഷക്കാരാ നിന്ന ഭരണത്തിലെ അഭിമാനകരമായ നേട്ടമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും കഴിഞ്ഞ 9 വർഷക്കാലം ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ കേരളത്തിനകത്തെ സ്കൂളുകളെ നവീകരിക്കാൻ ഏറ്റെടുത്തപ്പോ 4.65 ലക്ഷം കുട്ടികൾ 4.75 ലക്ഷം കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകൾ ഉപേക്ഷിച്ച് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കൈപിടിച്ച് സർക്കാർ സ്കൂളുകളിലേക്ക് തിരികെ നടന്നു കിട്ടിയതിന്റെ അഭിമാനകരമായ കാഴ്ചയാണ് കേരളത്തിലെ വർത്തമാനകാലം കാണുന്നത് എന്ന് എങ്ങനെയാണ് കേരളത്തിന് മറക്കാൻ കഴിയുന്നത്? അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോ കുഞ്ഞുങ്ങൾ എഴുതിയിരുന്ന കത്തുകൾ അത്രയും ഞങ്ങൾക്ക് പാഠപുസ്തകം തരണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു, ഞങ്ങൾക്ക് യൂണിഫോം വേണം എന്ന് പറഞ്ഞായിരുന്നു. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ ഈ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കത്തുകൾ അത്രയും അവരുടെ യാതനകളെയും വിഷമങ്ങളെയും സൂചിപ്പിക്കുന്നതാണ്. ഞങ്ങൾക്ക് പാഠപുസ്തകങ്ങളില്ല, ഞങ്ങൾക്ക് യൂണിഫോമുകളില്ല, ഞങ്ങളുടെ സ്കൂളുകൾ മാനേജർമാർ ഇടിച്ചു നിരത്തുന്നു, ഞങ്ങൾക്ക് പഠിക്കാൻ സ്കൂളുകളില്ല. ഇങ്ങനെ യാതനകളും പ്രയാസങ്ങളും നിറഞ്ഞ കത്തുകളായിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് UDF-കാരൻ കേരളം ഭരിച്ചപ്പോ ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെ കാണുമ്പോ സന്തോഷത്തോടെയാണ് ഓരോ വിദ്യാർത്ഥി കത്തുകൾ അദ്ദേഹം ഞങ്ങളോട് പങ്കുവെക്കുന്നത്. 2 ദിവസം അദ്ദേഹം ഞങ്ങളോട് പങ്കുവച്ച രസകരമായ കത്ത് ഇതായിരുന്നു. ഒരു കുട്ടി അദ്ദേഹത്തിന് കത്തെഴുതുകയാണ്. ആ കത്തിൽ പറയുന്നത്, മന്ത്രി അപ്പൂപ്പ, ഞങ്ങളുടെ സ്കൂളുകൾ മെച്ചപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്കിപ്പോൾ 4 നിലയുള്ള സ്കൂൾ കെട്ടിടമുണ്ട്, ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ നല്ല ടീച്ചർമാർ വരുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ഉച്ചഭക്ഷണം ഉച്ചയ്ക്ക് സ്കൂളിൽ ലഭിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ഉച്ചഭക്ഷണമുണ്ട്, ഞങ്ങൾക്ക് പാഠപുസ്തകം കൃത്യമായി കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് യൂണിഫോം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല ക്ലാസ് മുറികൾ വന്നിരിക്കുന്നു. ഹൈടെക് ക്ലാസ് മുറികളാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്, ഞങ്ങളുടെ ക്ലാസ് മുറിയിലുള്ളത്. ഹൈടെക് ക്ലാസ് മുറികളിൽ ടീച്ചർമാർ ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ആ സങ്കടത്തിൽ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 4ാമത്തെ നിലയിലാണ് എന്റെ ക്ലാസ്, അതുകൊണ്ട് 4ാമത്തെ നിലയിലെ ക്ലാസ്സിലേക്ക് കയറാൻ ഒരു ലിഫ്റ്റ് കൂടി മന്ത്രി അപ്പൂപ്പൻ പണിഞ്ഞു തരണം എന്നാണ് ഇന്നത്തെ കുട്ടികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. നോക്കൂ, എവിടേക്കാണ് നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾ പായുന്നത്? എവിടേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ ചിത്രം മാറുന്നത്? വിത്തുകളുള്ള സ്കൂളുകൾ കേരളത്തിൽ ഉണ്ടാവുന്നു, അത്യാധുനിക സൗകര്യങ്ങൾ, പ്രൈവറ്റ് സ്കൂളുകളെ വെല്ലുന്ന സൗകര്യങ്ങൾ കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ ഉണ്ടാവുകയാണ്. ഒരു തലമുറയെ ലക്ഷ്യം കണ്ടുള്ള ഇടതുപക്ഷ ബോധ്യത്തിനുള്ളിൽ കൊണ്ടുള്ള ഈ വികസന കാഴ്ചപ്പാടിനെ മുന്നോട്ട് വെക്കാൻ
ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? 2016 മുതൽ 2025 വരെ ഈ കേരളം ഭരിച്ച സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു. ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, കേരളത്തിലെ വികസന മേഖലയിൽ, ആരോഗ്യ രംഗത്ത്, കേരളത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും കഴിഞ്ഞ 9 വർഷക്കാലം നാം നേടിയ വികസനങ്ങളെ ലോകം മാതൃകയായി അടയാളപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം പറഞ്ഞാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് എന്റെ നാട്ടിലെ ഒരു പാർലമെന്റ് മെമ്പർ കേരളത്തിലേക്ക് മെറിറ്റ് അവാർഡ് കുട്ടികൾക്ക് കൊടുക്കാൻ കർണാടകയിൽ നിന്ന് ഒരു മന്ത്രിയെ കൊണ്ടുവരുന്നത്. ആദ്യം നടത്തിയ ചടങ്ങിൽ അദ്ദേഹം കൊണ്ടുവന്നത് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് നടത്തിയ ചടങ്ങിലാണ് കർണാടകയിലെ ഒരു മന്ത്രിയെ അദ്ദേഹം കൊണ്ടുവരുന്നത്. ഒരു കാര്യത്തിൽ വേണുഗോപാലിനെ നാം അംഗീകരിച്ചേ മതിയാവൂ. കാരണം ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് നേതാവൻ പോലും കേരളത്തിലില്ല എന്ന് KC വേണുഗോപാൽ തന്നെ സമ്മതിച്ചത് നാം കണ്ടതാണ്. കേരളത്തിൽ ഒരാളെ പോലും മെറിറ്റ് അവാർഡ് കൊടുക്കാൻ KC വേണുഗോപാൽ വിളിച്ചതേ ഇല്ല. കേരളത്തിൽ യോഗ്യരായ ഒരു കോൺഗ്രസ് നേതാക്കന്മാരും ഇല്ലാത്തത് കൊണ്ട് KC വേണുഗോപാൽ ആളെ കൊണ്ടുവന്നത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ്. കർണാടകയിൽ നിന്ന് വന്ന കേന്ദ്രമന്ത്രി കുട്ടികളെ മുന്നിൽ കണ്ടപ്പോ കേരളത്തിലെ യഥാർത്ഥ വസ്തുതകളെ പറ്റി അറിയാതെ സംസാരിക്കുന്ന കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ? യഥാർത്ഥത്തിൽ കേരളത്തെ ലക്ഷ്യമിട്ട് ഇന്ന് UDF-ഉം BJP-യും സംയുക്തമായി നടത്തുന്ന എല്ലാ നുണപ്രചരണങ്ങൾക്കും കുപ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് കേരളത്തിലേക്ക് വന്ന കർണാടകയിലെ കോൺഗ്രസുകാരന് പോലും പറയേണ്ടി വന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി കേരളത്തിലെ കോൺഗ്രസുകാരനും BJP-ക്കാരനും എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ മൂടിവെക്കാൻ ശ്രമിച്ചാൽ നടക്കുന്നതല്ല കേരളത്തിന്റെ വികസനം എന്നാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഭരണാധികാരികൾ കേരളത്തെ നോക്കി പറയുന്നത്. നമ്പർ 1 കേരളം എന്നത് ഇടതുപക്ഷത്തിന്റെ PR വർക്കായിരുന്നു എന്നാണ് UDF-കാരൻ ഇത്രയും നാൾ ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. ഈ കേരളത്തിലേക്ക് വന്ന കർണാടകക്കാരനായ ഒരു കോൺഗ്രസ് മന്ത്രിക്ക് കേരളം നമ്പർ 1 ആണ് എന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് കേരള വികസനത്തിന്റെ യഥാർത്ഥ ലോക മാതൃക എന്ന് അഭിമാനത്തോടെ നാം ഓർത്തെടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസുകാരന് ജയിക്കണം എന്നില്ല. പക്ഷേ കോൺഗ്രസുകാർ പറയുന്നത്, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് എങ്ങനെയാണ് കേരളത്തിലെ യൂത്ത് ലീഗുകാരന്, മുസ്ലിം ലീഗുകാരന് കോൺഗ്രസുകാരന് ജയിക്കാതിരിക്കാൻ കഴിയുന്നത്? എഡ്യൂക്കേഷൻ നമ്പർ 1 അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഹെൽത്ത് കെയർ നമ്പർ 1 അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഹ്യൂമൻ റിസോഴ്സ് നമ്പർ 1 അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, മനുഷ്യ വിഭവശേഷി രംഗത്ത് കേരളം ഒന്നാമതാണെന്ന് ഒരു കോൺഗ്രസുകാരന് കേരളത്തിൽ നിലവിൽ അംഗീകരിക്കേണ്ടി വരുമ്പോ കേരളം പങ്കുവെക്കുന്ന വികസന കാഴ്ചപ്പാട് മാതൃക എത്രയോ വലുതാണ് എന്ന് പ്രിയരെ നാം തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു വാചകം ഇങ്ങനെയായിരുന്നു: കേരള ഹാസ് ബിക്കം ദ ഷൈനിങ് മോഡൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന്. വളരെ മനോഹരമായ വാചകമാണ്. മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ കോൺഗ്രസുകാരനും ലീഗുകാരനും BJP-ക്കാരനും കേൾക്കണം. കർണാടകയിൽ കോൺഗ്രസ് മന്ത്രി പറയുകയാണ്, ഈ കേരളം, ഏത് കേരളം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഈ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം തുടർച്ചയോടെ 9 വർഷക്കാലം ഭരിക്കുന്ന 3.5 കോടി മലയാളികളുടെ ജന്മനാടായ ഈ കേരളം, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളം, ഈ കേരളമാണ് ലോകത്തെ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും തിളങ്ങുന്ന മാതൃകയെന്ന് കോൺഗ്രസുകാരനായ ഒരു മന്ത്രിക്ക് കേരളത്തിൽ പ്രസംഗിക്കേണ്ടി വരുമ്പോ അഭിമാനത്തോടെ കേരളം ഈ വികസനത്തെ ഏറ്റുവെക്കുന്ന കാഴ്ചയാണ് കേരളമാകെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചകളെ നശിപ്പിക്കാൻ, ഈ വികസന മുന്നേറ്റങ്ങളെ ഇല്ലാതാക്കാൻ അക്രമങ്ങളിലൂടെ, അതിക്രമങ്ങളിലൂടെ പരിശ്രമിക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാല കേരളത്തിൽ കോൺഗ്രസും BJP-യും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കോൺഗ്രസ് BJP പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തി കേരളത്തിൽ ഇന്ന് നടക്കുന്ന ജനക്ഷേമകരമായ വികസന മുന്നേറ്റങ്ങളെ മുന്നോട്ട് നയിക്കാൻ കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളും തയ്യാറാകണം എന്നതാണ് ഈ രക്തസാക്ഷിത്വത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ എണ്ണമറ്റ അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഈ കേരളത്തിലെ വർഗീയവാദികളും വലതുപക്ഷവാദികളും. കേരളത്തിലെ എത്രയോ സഖാക്കളെയാണ് ഈ വലതുപക്ഷവാദികളും വർഗീയവാദികളും ചേർന്ന് ഒന്നുകളഞ്ഞത് എന്ന് നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. 200 വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെയാണ് കേരളത്തിൽ RSSകാർ മാത്രം കൊലപ്പെടുത്തിയത് ഓർത്തിരിക്കുമ്പോഴാണ്
ജീവൻ കൊടുത്ത് ഈ കേരളത്തിൽ വർഗീയതക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉയർത്തുന്ന പ്രതിരോധം എത്രയോ ശക്തമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത്. ഈ ശക്തമായ പ്രതിരോധത്തിന് നേതൃത്വം കൊടുത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രയോഗമെന്ന് പ്രഖ്യാപിക്കുന്ന കോൺഗ്രസുകാരാൽ കൊലയിൽപ്പെട്ട എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ കാണാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ സഖാവ് ധീരജ് കൊലയപ്പെടുന്നത് പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചാണ്. നിങ്ങളുടെ ജില്ലക്കാരനായ തളിപ്പറമ്പുകാരനായ രാജേന്ദ്രജിന്റെ മകനാണ് പ്രിയങ്കരനായ സഖാവ് ധീരജ്. സഖാവ് ധീരജിനെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തെടുക്കാൻ കാരണം സഖാവ് ധീരജിനെ കൊലപ്പെടുത്തിയ അതേ KSUകാരൻ, അതേ യൂത്ത് കോൺഗ്രസുകാരൻ നിങ്ങളുടെ ജില്ലയിൽ ഈ കണ്ണൂരിൽ മലപ്പട്ടത്ത് ജനങ്ങളുടെ സ്വൈരജീവിതം തകർക്കാൻ വേണ്ടി ഒരു റാലി നടത്താൻ ഇറങ്ങിയപ്പോ ആ റാലിയെ വിളിച്ച മുദ്രാവാക്യം എങ്ങനെയായിരുന്നു? ധീരജിനെ കുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ട സഖാക്കളെ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന മുദ്രാവാക്യം വിളിച്ച KSUക്കാരനും യൂത്ത് കോൺഗ്രസുകാരനും മറുപടി നൽകിയിട്ടാണ് ഈ രക്തസാക്ഷിത്വത്തിൽ നിങ്ങളുടെ മുന്നിൽ ഈ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം നിൽക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയട്ടെ. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന് KSUക്കാരൻ ഇതേ കണ്ണൂർ ജില്ലയിൽ മുദ്രാവാക്യം വിളിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പ് എന്റെ സഖാക്കളെ, ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലയായ ഈ നരാധനന്മാർ മുദ്രാവാക്യം വിളിച്ച അതേ ജില്ലയിൽ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സർവകലാശാലയിൽ സെനറ്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതെ 0 സീറ്റ് വാങ്ങി സംരക്ഷണമായി നിൽക്കുന്ന ധീരജിന്റെ കൊലയാളികളെ നിങ്ങൾക്ക് ഈ കണ്ണൂരിൽ കാണാൻ കഴിയുകയാണ്. ഒരു കാര്യം വിമാനത്തോടെ പറയട്ടെ, ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചവരോട് ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ SFI ആൽ സംഘടിക്കപ്പെടുന്ന ഈ കേരളത്തിലെ മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം പറഞ്ഞു, ധീരജിനെ കുത്തിയ കത്തിയുമായി നടക്കുന്ന KSUക്കാരാ, നിങ്ങളെ ഈ കേരളത്തിനകത്ത് SFI അറബിക്കടലിൽ താഴ്ത്തിയിരിക്കുന്നു എന്ന്. ഈ ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം. നമ്മളെ ആക്രമിച്ചവരെ, നമ്മളെ അതിക്രമിച്ചവരെ, നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവരെ, നമ്മളെ നമുക്കെതിരായ വർഗീയ പ്രകടനം നടത്തിയവരെ, ഈ കേരളത്തെ വർഗീയമായി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചവരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രമെങ്കിൽ